കേന്ദ്ര ബജറ്റ് അവതരണ ദിനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനങ്ങൾക്കൊപ്പം വസ്ത്രധാരണവും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. ഇത്തവണയും ഇതിന് മാറ്റമില്ല. തുടർച്ചയായ 8ാമത് ബജറ്റ് അവതരണത്തിനെത്തിയ ധനമന്ത്രി ധരിച്ചിരുന്നത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ബീഹാറിലെ മധുബനി കൈത്തറി സിൽക്ക് സാരിയാണ്. ചുവന്ന നിറത്തിലാണ് ബ്ലൗസ്. മധുബനി ചിത്രകലയാണ് സാരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മത്സ്യത്തിന്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയിഡറിയിൽ സ്വർണ്ണക്കരയുമുണ്ട്. പത്മ അവാർഡ് ജേതാവ് ദുലാരി ദേവിയാണ് ഈ സാരി ധനമന്ത്രിക്ക് സമ്മാനിച്ചത്. രൂപകൽപ്പന ചെയ്തതും അവർ തന്നെ. മധുബനി ബീഹാറിലെ മിഥിലയിൽ പ്രചാരത്തിലുള്ള പരമ്പരാഗത നാടൻ കലാരൂപമാണ്. പ്രശസ്ത ചിത്രകാരി കർപ്പൂരി ദേവിയിൽ നിന്നാണ് ദുലാരി ദേവി സാരിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡിസൈൻ തിരഞ്ഞെടുത്തത്. 2021 രാജ്യം ദുലാരി ദേവിക്ക് പത്മശ്രീ നൽകി ആദരിച്ചത്. മിഥില ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചപ്പോഴാണ് നിർമ്മല സീതാരാമൻ ദുലാരി ദേവിയെ പരിചയപ്പെടുന്നത്. ബജറ്റ് അവതരണ ദിനത്തിൽ ധരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദുലാരി ദേവി നൽകിയ സാരി അണിഞ്ഞാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിലെത്തിയത്. ശൈശവ വിവാഹം, എയ്ഡ്സ്, ഭ്രൂണഹത്യ എന്നീ വിഷയങ്ങളിൽ തന്റെ ചിത്രങ്ങളിലൂടെ അവബോധം പകരുന്നയാളാണ് ദുലാരി ദേവി. 50-ലധികം പ്രദർശനങ്ങളിലായി 10,000-ഓളം ചിത്രങ്ങൾ ദുലാരി ദേവി വരച്ചിട്ടുണ്ട്. മധുബനി കലാകാരിയായ മഹാസുന്ദരി ദേവിയുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യവെയാണ് ദുലാരി ദേവി മധുബനി ശൈലിയിൽ വരയ്ക്കാൻ പഠിച്ചത്. 2019 ആദ്യ ബജറ്റ് അവതരണത്തിനെത്തിയപ്പോൾ സ്വർണ്ണ ബോർഡറുകളുള്ള പിങ്ക് നിറത്തിലുള്ള മംഗൾഗിരി സാരിയായിരുന്നു നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത്. 2020 കടും മഞ്ഞ സ്വർണ്ണ നിറത്തിലുള്ള സാരിയായിരുന്നു വേഷം. 2021 ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ഒരു പോച്ചമ്പള്ളി സാരിയാണ് ധനമന്ത്രി അണിഞ്ഞത്. തെലങ്കാനയിലെ പരമ്പരാഗത നെയ്ത്താണ് പോച്ചമ്പള്ളി. 2022 ബ്രൗണും ഓഫ് വൈറ്റും ചേർന്ന ബോംകായ് സാരിയാണ് മന്ത്രി തിരഞ്ഞെടുത്തത്. വെളുപ്പ് നിറത്തിലായിരുന്നു സാരിയുടെ കര. 2023 കസൂതി തുന്നലോടുകൂടിയ ക്ഷേത്ര രൂപത്തിലുള്ള ബോർഡറിലുള്ള കറുപ്പും ചുവപ്പും ചേർന്ന സാരിയും 2024 കാന്ത കൈത്തറി ചെയ്ത നീല നിറത്തിലുള്ള ടസർ സിൽക്ക് സാരിയുമാണ് മന്ത്രി ധരിച്ചത്.